നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് സൗത്ത് യൂണിറ്റ് 33ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ കളിമണ്ഡലത്തിന്റെയും ഗുരുവാശാൻ മണ്ഡലത്തിന്റെയും വാർഷികം 25-ന് ആഘോഷിക്കും. മണപ്പുറം ഫൈനാൻസ് MD VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 79ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയയപ്പ് സമ്മേളനവും ശനിയാഴ്ച നടക്കും. സെന്റ് തോമസ് ഫിറ്റ്നസ് അക്കാദമിയുടെ ഉദ്ഘാടനം ചടങ്ങിൽ മന്ത്രി K. രാജൻ നിർവഹിക്കും. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് സൗത്ത് യൂണിറ്റ് 33ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സാഹചര്യത്തിലും പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ളത് അതൊരു വിഷമകരമായ കാര്യമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നല്ല സമയം മുഴുവൻ നമ്മൾ സർവീസ് ചെയ്ത് നമ്മൾ വിശ്രമിക്കുന്ന വേളയിൽ പോലും നമുക്ക് വിശ്രമിക്കാൻ പറ്റാതെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാനായിട്ട് വീണ്ടും വീണ്ടും ഇറങ്ങേണ്ട സാഹചര്യം, എല്ലാവരുടെയും ആരോഗ്യം അതിന് സമ്മതിക്കുന്ന ഘട്ടങ്ങളില്ല. എന്നാൽ കൂടിയും അതിന് നമുക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം നമുക്ക് വരിക എന്ന് പറയുന്നത് ഒരു വിഷമകരമായ കാര്യമാണ്. എന്നാൽ കൂടിയും കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പോരാടുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. യൂണിറ്റ് പ്രസിഡന്റ് KG ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 80 വയസ്സ് പിന്നിട്ട അംഗങ്ങൾക്കുള്ള ആദരം ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി പോൾ നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K. കാർത്തികേയ മേനോൻ, വൈസ് പ്രസിഡന്റ് PK വേണു, ജോയിന്റ് സെക്രട്ടറി MK ജമാലുദ്ദീൻ, KG ഗോപിനാഥൻ, പ്രദീപ് തോപ്പിൽ, MR കാളിക്കുട്ടി, KS മോഹനൻ എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ കളിമണ്ഡലത്തിന്റെയും ഗുരുവാശാൻ മണ്ഡലത്തിന്റെയും വാർഷികം 25-ന് ആഘോഷിക്കും. മണപ്പുറം ഫൈനാൻസ് MD VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വലപ്പാട് ഏങ്ങൂർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കളിമണ്ഡലത്തിന്റെ 17ാം വാർഷികവും ഗുരു ആശാൻ മണ്ഡലത്തിന്റെ 1ാം വാർഷികവുമാണ് ആഘോഷിക്കുന്നത്. ഉച്ചയ്ക്ക് 12 മുതൽ ആരംഭിക്കുന്ന വാർഷികാഘോഷ ചടങ്ങിൽ കളിമണ്ഡലം പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക് ചലച്ചിത്ര സംവിധായകൻ അമ്പിളി സമ്മാനിക്കും. തുടർന്നു നടക്കുന്ന പുസ്തക ചർച്ച MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവിന്റെ അറിയപ്പെടാത്ത യാത്രകൾ എന്ന പുസ്തകം പ്രൊഫസർ VS റെജി പരിചയപ്പെടുത്തും. തുടർന്ന് 10 പ്രതിഭകൾക്കുള്ള സമാദരണം, തിരുവാതിരക്കളി, കഥകളി എന്നിവ അരങ്ങേറും. ചടങ്ങിൽ പൊതുരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഗുരു ആശാൻ മണ്ഡലം സെക്രട്ടറി സദു കളിമണ്ഡലം സെക്രട്ടറി K. ദിനേശ് രാജ, SP ശശികാന്ത്, രാജു വെന്നിക്കൽ, ശ്രീലാൽ കൊച്ചത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ വലപ്പാട്, നമ്മുടെ മലബാറിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ളത് വലപ്പാടാണ്. പക്ഷേ ഇത് ഇന്നത്തെ തലമുറയ്ക്കൊന്നും കാര്യമായിട്ട് അറിയില്ല. ഈ രണ്ടു മഹാത്മാക്കൾ വലപ്പാട് വന്നത് പുതിയ തലമുറയ്ക്ക് അറിയില്ല. അതിൻ്റെ ഒരു സ്മാരകം ഒന്നും ഇല്ലാത്തതിനാലാണ് ഞങ്ങൾ കുറച്ച് നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം കളിമണ്ഡലം പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് വലപ്പാട് ഗുരു ആശാൻ മണ്ഡലം പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ 1ാം വാർഷികം കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചു. പക്ഷേ ഇത്തിരി വിപുലമായ പരിപാടികളോടെ ഈ 25-ാം തീയതി ശനിയാഴ്ച, അന്നാണ് മകരം 12. മകരം 12 ആണ് കുമാരനാശാൻ കവിതയിലൂടെ ചൊൽക്കൊള്ളും 1078-ാം ആണ്ട് മകരം 12 എന്ന് പറഞ്ഞുകൊണ്ട് കവിത രചിച്ചു വച്ചിട്ടുള്ള കാരണം നമ്മൾക്ക് ആർക്കും ഒരു സംശയമില്ല. ആ വർഷം ക്ലിയറായി കിടക്കുന്നു. 1903 മകരം 12-നാണ് ശ്രീനാരായണ ഗുരു വലപ്പാട് വന്നത്. ഒപ്പം കുമാരനാശാൻ.
ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 79ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയയപ്പ് സമ്മേളനവും ശനിയാഴ്ച നടക്കും. മികച്ച കായിക താരങ്ങളെ വാർത്തെടുക്കാൻ ലക്ഷ്യമിട്ടൊരുക്കിയ സെന്റ് തോമസ് ഫിറ്റ്നസ് അക്കാദമിയുടെ ഉദ്ഘാടനം ചടങ്ങിൽ മന്ത്രി കെ രാജൻ നിർവഹിക്കും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ PJ ജോണിന് യാത്രയയപ്പ് നൽകും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിനിയോർ ജോസ് കോനിക്കര അനുഗ്രഹ പ്രഭാഷണം നടത്തും. കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയി അടുമ്പുകുളം ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. എൻഡോമെന്റ് വിതരണം തൃശൂർ DEO AK അജിതകുമാരി നിർവഹിക്കും. സ്കൂൾ മാനേജർ ഫാദർ ആൻഡോ ഉല്ലൂക്കാരൻ വിവിധ മത്സര വിജയികളെ ആദരിക്കും. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് സൗമ്യ രമേശ്, പ്രിൻസിപ്പൽ AJ പ്രിൻസി, ജനറൽ കൺവീനർ A ടോണി തോമസ്, PTA വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ പുളിഞ്ചോട്, ബിജു ആന്റണി എന്നിവർ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 79ാമത് വാർഷികാഘോഷവും അതുപോലെ തന്നെ അധ്യാപക രക്ഷാകർതൃ ദിനവുമാണ് 25-ാം തീയതി 1:30 മണിക്ക് വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അവർകളാണ്. വാർഷികാഘോഷ പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ഗുരുവായൂരിൻ്റെ ബഹുമാനപ്പെട്ട MLA NK അക്ബർ അവർകളാണ്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യത്തെ വാർഷികാഘോഷത്തിന് മാറ്റുകൂട്ടുന്നത് ഞങ്ങൾ വളരെ ഗംഭീരമായി സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നിരവധി വർഷക്കാലം അധ്യാപകനും ഇപ്പോൾ പ്രധാന അധ്യാപകനെ തുടരുന്ന PJ ജോൺ മാസ്റ്റർ അവരുടെ റിട്ടയർമെൻറ്റ് വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ ഗംഭീരമായിട്ട് സംസ്ഥാനത്ത് ഒരു മന്ത്രിയെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി വലിയ രീതിയിൽ സംഘടിപ്പിക്കുന്നത്. തൃശ്ശൂരിൽ നടന്ന സംസ്ഥാന കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറം ജില്ല ജേതാക്കളായി. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലുമായി നടന്ന ചാമ്പ്യൻഷിപ്പ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ AN റോസി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ EU രാജൻ അധ്യക്ഷത വഹിച്ചു. 4 മുതൽ 12 വയസ്സുവരെയായി 3 വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച മത്സരങ്ങളിൽ 14 ജില്ലകളിൽ നിന്നും 1500-ലധികം കുട്ടികൾ പങ്കെടുത്തു. 1590 പോയിന്റോടെ മലപ്പുറം ജില്ല 1-ാം സ്ഥാനവും 1321 പോയിന്റോടെ പാലക്കാട് ജില്ല 2-ാം സ്ഥാനവും 1297 പോയിന്റോടെ തൃശൂർ ജില്ല 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കേരള സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരൻ പിള്ള, തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോഫി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പുരയിടത്തിലൂടെ വഴി നടക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ ആക്രമണം നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. മതിലകം എമ്മാട് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഉൾപ്പെടെ 4 പേരെ ആക്രമിക്കുകയും കാറും ബൈക്കും തകർക്കുകയും ചെയ്ത കേസിലെ പ്രതിയെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. എമ്മാട് കളത്തിൽ വീട്ടിൽ 33 വയസ്സുള്ള രഞ്ജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ പ്രതികളായ ശ്രീജിത്ത്, ബാബു എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു മാസം മുൻപ് കേസിലെ 1-ാം പ്രതിയായ ശ്രീജിത്തിനോട് പരാതിക്കാരനായ പ്രദീപ് കുമാർ തന്റെ എമ്മാടുള്ള പറമ്പിലൂടെ വഴി നടക്കരുതെന്ന് പറഞ്ഞതിലുള്ള വിരോധത്തിലായിരുന്നു ആക്രമണം. ഇക്കഴിഞ്ഞ 16-ാം തീയതിയായിരുന്നു സംഭവം. വൈകിട്ട് 6 മണിയോടെ പണി കഴിഞ്ഞ് ബൈക്കിൽ വരികയായിരുന്ന പ്രദീപ് കുമാറിനെ എമ്മാട് കളത്തിൽ ക്ഷേത്രത്തിന് സമീപം വെച്ച പട്ടിക വടി കൊണ്ട് തലയിൽ അടിക്കുകയും താഴെ വീണ പ്രദീപിനെ മരവടി കൊണ്ട് അടിച്ച് മുഖത്തെ എല്ലിൽ പൊട്ടലേൽപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സംഭവം കണ്ട് ഓടിയെത്തിയ പ്രദീപിന്റെ അനുജൻ ദിലീപിനും പ്രദീപിന്റെ ഭാര്യ ഷീബയ്ക്കും മർദ്ദനമേറ്റിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി എത്തിയ അയൽവാസി നിസാറിന്റെ കാറിന്റെ ചില്ല് പ്രതികൾ കല്ലെടുത്ത് എറിഞ്ഞു പൊട്ടിക്കുകയും പട്ടിക വടി കൊണ്ട് ബൈക്ക് അടിച്ചു തകർക്കുകയും ചെയ്തിരുന്നു. മതിലകം പോലീസ് ഇൻസ്പെക്ടർ MK ഷാജി, SI രമ്യ കാർത്തികേയൻ, ASI അസ്മാബി എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ. കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ മാള സ്വദേശി കുറ്റിപ്പുഴക്കാരൻ വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് അസിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 21-ന് മാള സ്റ്റേഷൻ പരിധിയിൽ വടമ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രിൻസനും സംഘവും പട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്.
പുത്തൻകുളങ്ങര കണ്ണിക്കുളങ്ങര പ്രദേശത്ത് ഇരുചക്ര വാഹനത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ബാഗുമായി 4 യുവാക്കൾ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അന്വേഷണ സംഘം ഇവരുടെ ബാഗ് പരിശോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതോടെ തങ്ങൾക്കെതിരെ കേസെടുക്കാൻ ആക്രോശിച്ചുകൊണ്ട് സ്ക്രൂഡ്രൈവർ പോലുള്ള ഉപകരണം ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് കേസ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ശ്രീനി, GSI ജസ്റ്റിൻ, GASI നജീബ്, പോലീസ് ഉദ്യോഗസ്ഥരായ ദിബീഷ്, സനീഷ്, രാഗിൻ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7525 രൂപ, പവന് 60,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് സൗത്ത് യൂണിറ്റ് 33ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. കളിമണ്ഡലത്തിന്റെയും ഗുരുവാശാൻ മണ്ഡലത്തിന്റെയും വാർഷികം 25 ആഘോഷിക്കും. മണപ്പുറം ഫൈനാൻസ് MD VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 79ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയയപ്പ് സമ്മേളനവും ശനിയാഴ്ച നടക്കും. സെന്റ് തോമസ് ഫിറ്റ്നസ് അക്കാദമിയുടെ ഉദ്ഘാടനം ചടങ്ങിൽ മന്ത്രി K. രാജൻ നിർവഹിക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.